അല്ല വാപ്പേ, ഈ ലോകത്ത് 16 കണക്കിന് നല്ല നല്ല പേരുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച പേരാ മമ്മത്. അല്ല, മെൻസന്മാരുടെ ഇറങ്ങിയെടുക്കാൻ വയ്യാതായി. അതിന്റെ വല്യാപ്പാന്റെ പേരാ. എന്നാ പിന്നെ വല്യമ്മാന്റെ പേരിട്ടൂടേനു. തായ്യമ്മ. വല്ല ചൈനക്കാരാണെങ്കിലും വിചാരിച്ചോളൂ. അനക്ക് ഞാനേ അഷേഖ് അബ്ദുറഹ്മാൻ അൽബക്കാനി അൽ ഖാദിന്ന് പേര് തരാം. ഈ നന്നാവോ? എടോ ചെങ്ങായി, പേരിലൊന്നും വലിയ കാര്യല്ല. ജീവിക്കാൻ പഠിക്കണം. അന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അന്നെ തല വെച്ച് കൊണ്ടു നടക്കാൻ പെടാ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണേ കേക്ക്, ജി ഇന്റെ കൂടെ നിക്ക്. അതൊന്നും ഒരു അന്തസ്സുള്ള പണിയല്ല അപ്പേ. ജി എത്രാം ക്ലാസ് വരെ പഠിച്ചാണ്? 7ാം ക്ലാസ് വരെ. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട്. ആ പണി പറ്റും എനിക്ക്? ഊതിയതല്ലേ? അല്ല, മാന്തിയതാ. ഈ കൊല തൊടാൻ നേരം തളപ്പാക്കരുത്. നിന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോറ്റുണ്ടാക്കേണ്ടി ഇജ്ജാ. പഠിച്ചമ്പരാനേ, അതിനൊന്നല്ലേ കിയാമത്ത് നാൾ വേഗം ഇങ്ങോട്ട് വരിക. ഈ അതും ഇതും പറഞ്ഞിക്കാതെ എന്റെ പണിക്ക് ഇങ്ങോട്ട് ഇറങ്ങ്. അതെനിക്ക് പറ്റുമോ? അതിന് നിങ്ങളെ പണിന്റെ ABCD എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് സ്നേഹം, ദയ, കാരുണ്യം, അനുകമ്പ, കുറ്റബോധം, ഇതൊക്കെ എനിക്ക് ഉണ്ടോ? ഓ, അതൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. ആഹാ, ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട. പിന്നെ തരം കിട്ടിയാ നോക്കി നല്ല നോണ പറയണം. അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഗുണല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി. ഇനി ട്രെയിനിങ്. അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം. ഉദാഹരണമായി, ഒരുത്തൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും. അതുപോലെ ഒരു പൊരയിലെ 5 പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഏട്ടന് ഒരു പൊര വേണ്ടി വരും. തീർന്നോ? തീരെ. എടോ, ഈ രംഗത്തുള്ള അറിവ് കടല് പോലെ പരന്ന് കിടക്കുക. അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്ക് തന്നെ കിട്ടിയുള്ളൂ. എന്നിട്ട് തന്നെ എന്റെ അറിവ് എത്ര ഉണ്ട്? എന്നാ ബാക്കി പറയ്. ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാല് ഓന്റെ പറമ്പിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ പാഞ്ഞെത്തണം. കല്യാണ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരെ കണ്ടാല് അനക്ക് ഞാൻ 50 വാങ്ങിത്തരാം, അനക്ക് ഞാൻ 75 100 വാങ്ങിത്തരാം, അനക്ക് ഞാൻ 1 ലക്ഷം കാറും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഓലെ കോതിപ്പിക്കണം. കിട്ടാൻ പോണ പണ്ടത്തിന്റെയും പണത്തിന്റെയും കണക്ക് പറഞ്ഞ് ഓലെ തന്തമാരങ്ങോട്ട് മയക്കണം. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീട്ടിലെയും മുഴുവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം. കല്യാണം നടന്നാലും മുടങ്ങിയാലും ഞമ്മക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം. മറ്റു ബ്രോക്കർമാരെ കച്ചവടത്ത് പൂയി വാരിടണം. അവര് ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം. ആവൂ, ഇത്ര മാത്രം അറിവ് എന്റെ വാപ്പക്കുണ്ട് ഞാൻ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കണം വാപ്പേ. ഇന്ന് മുതൽ നമ്മൾ ഒന്നാ. അന്റെ ഡ്യൂട്ടി സ്ഥലം പോയന്റെ അക്കരെ. അവിടെ ഇതുവരെ എന്റെ കണ്ണെത്തിയില്ല. ദേ, ഓക്കെ, ഇത് ഞാൻ ഏറ്റു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാന്നുള്ളത് ഏതൊരു ബാപ്പാന്റെയും പൂതിയാ. എന്നാലും എന്റെ മകന് ഇത്ര വേഗം ഒരു പണി കിട്ടുമെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ഇതാരാത്? ഒരുപാട് വലുപ്പം വെച്ചിട്ടല്ലോടാ. പെണ്ണെട്ടാളെ പ്രായമായിന്. ഒന്ന് കെട്ടിക്കാളേ, 100 വാങ്ങി തരാ. എന്താടാ ഉണ്ടന്മാരി ഒന്നും പെണ്ണിട്ടുന്ന കാര്യത്തിൽ ഒരു സുസ്കാന്തി ഇല്ലാന്ന്. എന്താ ചെയ്യ എങ്ങനെയാണെങ്കില്? ബ്രോക്കർമാരാരെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം ഓലങ്ങട്ട് ഏൽപ്പിക്കൈനി. ഏഴുന്നപ്പ വർത്താനം കേക്കണേ? നമ്മ പറ്റിയ കാര്യാണല്ലേ. മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കാണ് കുഞ്ഞാമിന. അതുകൊണ്ടൊന്നും അന്റെ സോക്കട് മാറൂല. എങ്ങനെ മാറുക? ഏത് നേരം മാളുവോ എന്നുള്ളൊരു വിചാരമല്ല എനിക്കുള്ളൂ. ഞാൻ കൊയങ്ങി കയറി വരുമ്പോ ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം തരാൻ എനിക്ക് ഒഴിവില്ല. അപ്പോഴും ഈ മാളുവിന്റെ ചൊറുക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും. എന്നാ ഈ ഗുളിക അങ്ങോട്ട് കുടിക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചിക്കണ്. ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിന. നിങ്ങള് പറയുന്നു മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക. അതന്നെ. ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്കേ കൊടുക്കുള്ളൂ. കണ്ട അറിവുകാർക്കും കന്നൂട്ടുകാർക്കും ഒന്നും കൊടുക്കൂല. എന്താ, അനക്ക് സമ്മതല്ലേ? ഇഷ്ടം പോലെ ചെയ്തോളി.
ഞാനൊന്നും പറയണില്ല. ഇനി മുതല് അനക്ക് ഞാനും എനിക്ക് ഇയ്യും മതി. മാള് പോട്ടെ. ആരാത്? ആരാ? ഞാൻ മമ്മദ്, പോയന്റെ അക്കരേന്നാ. ഹൈദ്രോസിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടാലും ഇല്ലെങ്കിലും മൂപ്പര മോനാ ഞാൻ. നിങ്ങൾ അകത്തുനിന്ന് മാളുവിന്റെ കാര്യം പറയണതൊക്കെ ഞാൻ കേട്ട്. ആഹാ. നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ മാളുവിനൊരാളും കൊണ്ട് ഞാൻ നാളെ തന്നെ വരും. പിന്നെ അതെ, നിങ്ങളൊന്നും പറയണ്ട. അതെ. ഇത് മമ്മ നേറ്റു. എടോ പിന്നെ മാളോ നല്ലോണം കുടിച്ചോ. അന്നെ കാണാന്ന് ചില ആളുകളൊക്കെ വരും. ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടണ്ടായിട്ടൊന്നല്ല, കുഞ്ഞാമനൊക്കെ സുഖമില്ലാത്തോണ്ടാ. അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇജ് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുള്ളൂ. 60 പേർക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല. എന്നാ പോരാ എനിക്ക്. ഓയ് ആ ഇതെന്താ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലാത്തത്? ഇതന്നല്ല പോരാ മമ്മദ്? അവരെ തന്നെ. ആ ഉയ്. ആരാ? ആ ഞങ്ങള് മാളുവിനെ കാണാൻ വന്നോലാ. പിന്നെ ഓർമ്മല്ലേ? ആ കാതിറാക്ക അവിടെ അല്ലേ? ആ ഉണ്ട്. അകത്തേക്ക് കേറിയിരിക്കേ. ഒരു കാര്യം ആദ്യം തന്നെ പറയാണ്. നമ്മളെ മാളൂനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല. പട്ടിണി കിട്ടിട്ടുമില്ല. പള്ള നിറച്ചും തിന്നാൻ കൊടുക്കും. ഇപ്പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യുന്ന ഉറപ്പ് തന്നാലേ നമ്മളെ പെണ്ണുങ്ങള് ഈ ഇടപാടിന് സമ്മതിക്കുള്ളൂ. അതൊക്കെ പ്രത്യേകം പറയണോ? ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ളോല ഓല്. അപ്പൊ നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരൂല. ഇതിനു മുമ്പ് 2-3 60 വന്നിരുന്നു. അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല. നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത്. അല്ല, നമ്മളെ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെ? പണ്ടും പണിയൊക്കെ പിന്നെയും പറഞ്ഞാ പോരെ. ആദ്യം പെണ്ണ് കാണലങ്ങനെ നടക്കട്ടെ. ആ പെണ്ണ് കാണല്. ഈ നല്ലൊരു തമാശക്കാരനാന്ന് തോന്നണല്ലോ. ആ ഓൻ ഭയങ്കര തമാശക്കാരനാ. എന്റെ മോനാ. ചെലപ്പോ അവന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിരിച്ച് പൂതിട്ടോ. എന്നാ പിന്നെ എല്ലാരും എന്റെ കൂടെ പോന്നോളി. ആ എല്ലാരും പോരി. അല്ല പുറത്തുനിന്നാ പെണ്ണ് കാണല്? ഹൈദ്രോസേ ഇവിടെ വാ. പുറത്തുനിന്നാടോ പെണ്ണ് കാണല്? ആ ആയി ചെലപ്പോ നല്ല വെളിച്ചത്തിന് കാണാനായിരിക്കും. നിങ്ങൾ വരീന്ന് വര്. ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ. പെണ്ണിന് ഔത്തുനിന്ന് കണ്ടാ പോരെ? ആ ഈയും വലിയ തമാശക്കാരനല്ലേ. ഇങ്ങോട്ട് ബെരിന്ന് വരി. ആ നിക്കി, ഒരു കഷ്ണം കയറെടുക്കട്ടെ. കയറോ? ഇതെന്തൊരു പുതുമ പഠിച്ചോനെ. പെണ്ണ് കാണാൻ എന്തിനാ ഇദ്രോസേ കയറ്? ആ അതെ, ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര നാണാ. വിളിച്ചാ വരൂല. അപ്പൊ കയറിട്ട് വലിച്ചുകൊണ്ട് വരാനായിരിക്കും. അല്ല വാപ്പേ, ചില പെണ്ണുങ്ങളെ പുതിയാപ്പിളിനെ കാണുമ്പോ മണ്ടിയാളു ഓലെ പിടിച്ച് കെട്ടിടാൻ വേണ്ടിട്ടായിരുന്നു. അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്കുക, നമ്മൾ പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ? ജി സബൂറാ. മാളുവിനെ കണ്ടാല് ജി ഇപ്പൊ നിക്കാ കഴിച്ചുണ്ടോണെന്ന് പറയും. അമ്മ അതിൽ സാധന.